ദിലീപിനെ അറിയായിരുന്നു ഹനീഫ് ഖാൻ്റെ ഒരു സ്വഭാവം. അതുകൊണ്ട് തന്നെ ഇവരെ അപ്രോച്ച് ചെയ്തിരിക്കുന്ന മറ്റൊരു രീതിയിലായിരുന്നു. ഹനീഫ് ഖാൻ്റെ ഇനോവ കാറ് എൻ്റെ സെറ്റുകളിൽ ഓടാൻ വേണ്ടി അനുവദിക്കണം. ഇതിലൂടെ ദിലീപ് മനസ്സിലാക്കുന്നത് ഇവർക്കൊരു സ്ഥിര വരുമാനം, പ്രതിമാസം ഒരു വരുമാനം ഉണ്ടാക്കിക്കൊടുക്കുക. ഇത് 1-2 മാസമല്ല, 16 വർഷമാണ്. നമസ്കാരം. അപ്പോൾ കൊച്ചിൻ ഹനീഫയുടെ മക്കളുടെ ഒരു വീഡിയോ കാണുകയുണ്ടായി. അത് അദ്ദേഹം മരണപ്പെട്ടത് ആ ഒരു പിള്ളേർക്ക് 4 വയസ്സുണ്ടായിരുന്ന സമയത്താണ് അദ്ദേഹം ഈ ഒരു ലോകത്തോട് വിട പറഞ്ഞു പോയത്. ആ സമയം മുതൽക്ക് അദ്ദേഹത്തിന്റെ ഭാര്യ സോഷ്യൽ മീഡിയയിൽ സജീവമാകുക ഒന്നും ചെയ്തിട്ടില്ല. ആ ഒരു അദ്ദേഹത്തിന്റെ ആ ഒരു ഓർമ്മകളിൽ തന്നെയാണ് ആ ഒരു വ്യക്തി ഇന്നും ജീവിച്ചു പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ വീട് പാലിയച്ചായിരുന്നു. ആ ഒരു പാലിയച്ചിന് ഏറ്റവും കൂടുതൽ എന്താ പറയാ നേതൃത്വം കൊടുത്തത് നമ്മുടെ ദിലീപ് തന്നെയാണ്. ദിലീപിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പല ആൾക്കാർക്കും ദിലീപിനെ ഇഷ്ടമില്ലായിരിക്കാം. കൊച്ചിൻ ഹനീഫയുടെ ഭാര്യ ഇത്രയും നാളും അദ്ദേഹം മരിച്ച് ഈ ഒരു 16 വർഷമായിട്ട് പോലും ഈ ഒരു സോഷ്യൽ മീഡിയയിൽ സജീവമാകുകയോ ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് അറിയത്ത് പോലും ഇല്ല. ഇത് ഇപ്പോഴാണ് ഈ ഒരു വീട് പാലുകാച്ച സമയത്താണ് നമ്മൾ കാണുന്നത് തന്നെ. അപ്പോൾ ഈ ഒരു എന്താ പറയുക, ചില ആൾക്കാരുണ്ട് ഭർത്താവ് മരണപ്പെട്ടു എന്നുള്ള പേരിൽ അവരുടെ പേര് വെച്ചിട്ട് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ കിടന്നതിൽ ആവശ്യമായിട്ട് ഇന്ന് എനിക്ക് സഹായം വേണം, പിന്നെ എനിക്ക് ഇങ്ങനെ ഷൂട്ടുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്ന പോലെ ഒന്നും ആ ഒരു വ്യക്തി വന്നിട്ടില്ല. അതേപോലെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ് നമ്മുടെ കലാഭവൻ മണിയുടെ ഭാര്യ. ഇതുവരെയും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പോലും ഇല്ല. അപ്പം നമ്മൾ അങ്ങനെ ആ ഒരു കലാകാരന്റെ ഓർമ്മകളെ അവർ അത്രമാത്രം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ വീട് പാലിയേഴ്സിന്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആദ്യം കണ്ടിട്ട് വരാം. വീടൊരുങ്ങി കൊച്ചി വെണ്ണലയിലാണ് പുതിയ വീട് നിർമ്മിച്ചത്. കൊച്ചിൻ ഹനീഫയുടെ ആകസ്മിക മരണത്തിന് ശേഷം കഴിഞ്ഞ 16 കൊല്ലം വാടക വീട്ടിലായിരുന്നു ഭാര്യ ഫാസില, അതുപോലെ തന്നെ കൊച്ചിൻ ഹനീഫയുടെ മക്കളായ സഫയും മറവയും താമസിച്ചിരുന്നത്. കൊച്ചിൻ ഹനീഫയുടെ സമ്പാദ്യത്തിൽ സ്വപ്ന വീട് ഒരുക്കിയതിന്റെ സന്തോഷത്തിലാണ് ഇപ്പോഴീ കുടുംബം. വെണ്ണല അംബേദ്കർ റോഡിലാണ് കൊച്ചിൻ ഹനീഫാസ് AB മൻസിൽ. പിതാവ് AB മുഹമ്മദിന്റെ പേരിലാകണം തന്റെ വീടെന്നത് കൊച്ചിൻ ഹനീഫയുടെ എക്കാലത്തെയും വലിയ ആഗ്രഹം. 5 ബെഡ്റൂം ഉൾപ്പെടെ മനോഹരമായി ഇന്റീരിയർ ചെയ്ത 3 നില വീട്ടിൽ മലയാളികളുടെ പ്രിയ നടന്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്നു. മൊമന്റോകൾ, അംഗീകാരങ്ങൾ, ഓർമ്മ ചിത്രങ്ങൾ. അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടേണ്ട അവസ്ഥ വരുത്തരുത് എന്നുള്ളൊരു ആഗ്രഹം. അത് ആ ഒരു ഭാര്യയ്ക്കും അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടേണ്ട ഒരു അവസ്ഥ വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അതിനുള്ള പരിഹാരങ്ങളെല്ലാം ചെയ്തു വെച്ചിരുന്നു നേരത്തെ കൂട്ടി തന്നെ. അപ്പൊ അങ്ങനത്തെ ആ ഒരു വീടാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര ആത്മാർത്ഥതയോടെയാണ് ആ ഒരു വ്യക്തി തന്റെ ഭർത്താവിനെ സ്നേഹിച്ചിട്ടുണ്ടായിരിക്കുകയെന്ന്. ഇതിലെല്ലാം നമ്മൾ നന്ദി പറയുന്നത് ആ ഒരു ദിലീപിനാണ്. ദിലീപിനെ ഒരുപാട് പേർക്ക് ഇഷ്ടമില്ലാണ്ടിരിക്കാം, പക്ഷെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാലും നമുക്കൊന്നും ഇഷ്ടമില്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികൾ അങ്ങനത്തെയാണ്. ഒരുപാട് സഹായങ്ങൾ ഈ ഒരു കൊച്ചിൻ ഹനീഫയുടെ കുടുംബത്തിനാണെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ദിലീപാണ് പിന്തുണച്ച് നിന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്തൊക്കെ ഇവരെ സഹായിക്കാനും കൂടെ മുന്നോട്ട് കൊണ്ട് നയിക്കാനും ഒക്കെ സഹായിച്ചിരുന്നത് ഇവരാണ്. അപ്പം ദിലീപിന്റെ മനസ്സിൽ എന്താണ്, ഇവർക്ക് ഒരു നമ്മൾ വീട് വെച്ച് കൊടുത്തിരുന്നാലും ഇപ്പം 1-2 മാസം നമ്മൾ സഹായം ചെയ്ത് കൊടുത്തിരുന്നാലും പിന്നീട് നമുക്ക് ജീവിതകാലം മുഴുവൻ ചെയ്തു കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ അവർക്കൊരു സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനം, ആ ഒരു വരുമാനം എങ്ങനെ കണ്ടെത്തി കൊടുക്കാം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത തന്നെ. അപ്പൊ ഇത് നമുക്ക് ബാക്കി കേൾക്കാം. മക്കളായ സഫയും മറവയും ചേർന്നാണ് ഇന്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൊച്ചിൻ ഹനീഫ വിട്ടുപിരിയുമ്പോൾ 4 വയസ്സായിരുന്നു ഇരട്ടകളായ സഫയ്ക്കും മറവയ്ക്കും. കുഞ്ഞുങ്ങളെ ചേർത്തണച്ച ഫാസില കഴിഞ്ഞ 16 വർഷം കൊണ്ട് ഹനീഫയുടെ സ്വപ്നങ്ങൾ ഒന്നൊന്നായി നേടിയെടുക്കുകയാണ്. തലശ്ശേരിക്കാരിയായ ഫാസില ഉറ്റവർ നിർബന്ധിച്ചിട്ടും നാട്ടിലേക്ക് മടങ്ങാൻ കൂട്ടാക്കിയില്ല. പേരിനു മുമ്പ് നാടിനെ അടയാളപ്പെടുത്തിയ വലിയ കലാകാരന്റെ ഓർമ്മകൾ ഈ മണ്ണിൽ തന്നെ തുടരണമെന്ന നിശ്ചയദാർഢ്യമായിരുന്നു ഫാസിലയ്ക്ക്. 16 കൊല്ലം കടവന്ത്രയിലെ വാടക വീട്ടിൽ താമസിച്ച കുടുംബം കൊച്ചിയിൽ തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ടവന്റെ സ്വപ്ന കൂടൊരുക്കി. 1 രൂപ പോലും ആരുടെ മുന്നിലും കൈനീട്ടാതെ. ചില ലീഗൽ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഒടുവിൽ ഹനീഫ് ഖായുടെ സമ്പാദ്യം കൊണ്ട് തന്നെ നമുക്ക് നമ്മളെ ഹനീഫ് ഖാ ആഗ്രഹിച്ച പോലെ തന്നെയുള്ളൊരു വീട് നമുക്ക് പണിയാൻ പറ്റി. അത് ഏറ്റവും വലിയ ഹനീഫ് ഖാക്കും അങ്ങനെ ഒരാളൊരു അഭിമാനിയാണ്. ആരെ മുന്നിലും തലകുനിക്കുന്ന ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അപ്പോൾ നമ്മൾ 16 വർഷം നമ്മൾ അതിനു വേണ്ടി എന്തോ വെയിറ്റ് ചെയ്ത പോലെ തന്നെ നിന്ന്. നിയമക്കുരുക്കിലായിരുന്ന കൊച്ചിൻ ഹനീഫയുടെ സ്വത്ത് സമ്പാദ്യങ്ങൾ കുട്ടികൾക്ക് 18 വയസ്സായതോടെ തിരികെ ലഭിച്ചതാണ് കുടുംബത്തിന് ആശ്വാസമായത്. സഫയെ CAയും മർവയെ CS പഠിപ്പിക്കണമെന്ന് ഹനീഫ ഫാസിലയോട് പറയുമായിരുന്നു. പഠിക്കുന്നത് ഏത് കോഴ്സിനെന്ന് അവർ തന്നെ പറയും. ഇപ്പോൾ CA തന്നെ പഠിക്കുന്നത്. ഞാൻ CS. ഡ്രീം ഇങ്ങനെ നല്ല രീതിയിൽ ഉമ്മാനെയും എല്ലാം നല്ല രീതിയിൽ തന്നെ നോക്കാനും
അതൊക്കെ തന്നെ. കൊച്ചിൻ ഹനീഫയുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ ദിലീപ് നടത്തിയ ഇടപെടൽ ഓർക്കുകയാണ് ഫാസിലയുടെ സഹോദരൻ. അതായത് ഈ കുഞ്ഞുങ്ങള് 4 വയസ്സുള്ള സമയത്താണ് ഇദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ സ്വത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഒരു 18 വയസ്സ് പിള്ളേർക്ക് ആകുന്ന സമയത്താണ് ആ ഒരു സ്വത്തിന്റെ പ്രശ്നങ്ങളെല്ലാം ലീഗലി ആയിട്ട് എല്ലാ പ്രശ്നങ്ങളും തീർന്നു. അവസാനം അവർക്കൊരു സ്വന്തമായിട്ടുള്ള ഒരു വീട് അദ്ദേഹത്തിന്റെ ആ ഒരു സമ്പാദ്യത്തിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളത് അവർ പറയുന്നുണ്ട്. അപ്പൊ ആലോചിച്ച് അത് മാത്രമല്ല ആ ഒരു ദിലീപിന്റെ ഇടപെടൽ എത്രത്തോളം ഉണ്ടെന്ന് ആ ഒരു സഹോദരനും ഇനി പറയുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇതുപോലുള്ള ഒരു മനുഷ്യൻ നമുക്ക് എവിടെ കാണാൻ കിട്ടും? പല ആൾക്കാർക്കും അദ്ദേഹത്തെ കുറിച്ചിട്ട് ഭയങ്കര ഒരു മോശമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ വീഡിയോ കാണുമ്പോൾ തന്നെ അടിയിൽ വന്ന കമന്റ്സുകളൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള കമന്റ്സുകൾ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ഇത് കാണുമ്പോഴേക്കും എന്തായാലും ഒരുപാട് ആൾക്കാർ തിരുത്തി പറയും. ദിലീപിനെ അറിയായിരുന്നു ഹനീഫ് ഖാൻ്റെ ഒരു സ്വഭാവം. അതുകൊണ്ട് തന്നെ ഇവരെ അപ്രോച്ച് ചെയ്തിരിക്കുന്ന മറ്റൊരു രീതിയിലായിരുന്നു. ഹനീഫ് ഖാൻ്റെ ഇനോവ കാറ് എൻ്റെ സെറ്റുകളിൽ ഓടാൻ വേണ്ടി അനുവദിക്കണം. ഇതിലൂടെ ദിലീപ് മനസ്സിലാക്കുന്നത് ഇവർക്കൊരു സ്ഥിര വരുമാനം, പ്രതിമാസം ഒരു വരുമാനം ഉണ്ടാക്കിക്കൊടുക്കുക. അതോടൊപ്പം തന്നെ ഹനീഫ് ഖാൻ്റെ ഒരു സമീപനം അവിടെയൊക്കെ ഉണ്ടാകുന്നൊരു ഫീലാണ്. ഇത് 1-2 മാസമല്ല, 16 വർഷമാണ്. അതായത് കൊച്ചിൻ ഹനീഫയ്ക്ക് ഒരു ഇന്നോവ കാർ ഉണ്ടായിരുന്നു. ആ ഒരു കാറ് ദിലീപിന്റെ സെറ്റുകളിൽ ഓടാനായിട്ട് അനുവദിക്കണം എന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു അപ്രോച്ച് നടത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ആ ഒരു കുടുംബത്തെ എങ്ങനെ സംരക്ഷിക്കാം, ആ ഒരു കുടുംബത്തിന് എങ്ങനെ പ്രതിമാസ വരുമാനം കണ്ടെത്തി കൊടുക്കാം എന്നുള്ള കാര്യങ്ങൾ തന്നെ മുൻകൂട്ടി എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ആരെങ്കിലും ചെയ്യുമോ? ഇനി എത്രയൊക്കെ ആൾക്കാർക്ക് ഇഷ്ടമില്ലാതെ പറഞ്ഞാലും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അദ്ദേഹത്തെ. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് നല്ല പ്രവൃത്തികൾ കണ്ടാൽ നമ്മൾ നല്ല പ്രവൃത്തികൾ എന്ന് തന്നെ പറയണം. അല്ലാണ്ട് ആ പ്രവൃത്തികളെ മോശമാണ് എന്നുള്ള രീതിയിൽ പറയുന്നത് എനിക്ക് അതിനോട് യോജിപ്പില്ല. ആരുടെ മുന്നിലും കൈനീട്ടാൻ കൊച്ചിൻ ഹനീഫയ്ക്ക് ഒരു കാലത്തും താല്പര്യമുണ്ടായിരുന്നില്ല. ആ തലയെടുപ്പ് വെണ്ണലയിലെ കൊച്ചിൻ ഹനീഫാസ് AB മൻസിലിനുമുണ്ട്. സജു കാഞ്ഞിരംകുളത്തിനൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24. കൊച്ചിൻ ഹനീഫയ്ക്ക് ആരുടെ മുന്നിലും തല കുനിക്കുന്നത് ഇഷ്ടമില്ല. അപ്പം സ്വന്തം കഷ്ടപ്പാടിൽ നിന്ന്, സ്വന്തം വരുമാനത്തിൽ നിന്ന് ഒരു വീട്, ഒരു കാര്യത്തിനും ഒരാളുടെ മുന്നിലും തല കുനിക്കാൻ വേണ്ടിയിട്ട് താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയും ഇന്ന് ഈ ഒരു 16 വർഷം വരെ നമ്മൾ കണ്ടിട്ടില്ല. ഈ ഒരു സോഷ്യൽ മീഡിയയിൽ കൊച്ചിൻ ഹനീഫയുടെ വൈഫ് ഇതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരും കണ്ടിട്ടില്ല. ഇപ്പം ഈ ഒരു വീട് പാലുകച്ചിനാണ് ആ ഒരു വൈഫിനെ, തന്റെ കുട്ടികളെ പരിചയപ്പെടുത്തുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും നാളും ചില ആൾക്കാരുണ്ട് സോഷ്യൽ മീഡിയയിൽ എന്ത് കിട്ടിയാലും ചെന്ന് അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തം ഭർത്താവിന്റെ പേര് വെച്ചിട്ട് പല കാര്യങ്ങളും മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഇവരെയൊക്കെ പറയുന്നിടത്തോളം ആ ഒരു മരണപ്പെട്ട ആ ഒരു വ്യക്തിയോട്, ആ ഒരു കലാകാരനോട് അത്രത്തോളം ആത്മാർത്ഥത കാണിക്കുന്നുണ്ട് ആ ഒരു ഭാര്യയും കുടുംബവും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അദ്ദേഹത്തിന്റെ പേരും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല, ആരുടെ മുന്നിൽ കൈനീട്ടാൻ പോയിട്ടില്ല, ഒരാവശ്യത്തിനും പോയിട്ടില്ല. സ്വന്തം കാര്യം മാത്രം നോക്കി, സ്വന്തം മക്കളെ നോക്കി ഇതേപോലെ ഈ ഒരു 16 വർഷം, അതും സ്വന്തം താല്പര്യങ്ങൾക്ക് പോയി വേറെ കല്യാണം കഴിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. സ്വന്തം കാര്യം നോക്കി ഇരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു പരാതിയോ പരിഭവങ്ങളോ ഇല്ലാതെ ക്ഷമയോടുകൂടി എൻ്റെ പെങ്ങളും മക്കളും കാത്തിരുന്നു 16 വർഷം. കാത്തിരിക്കാൻ കാരണം ഹനീഫ് ഖാൻ വലിയൊരു ആഗ്രഹമായിരുന്നു. ഹനീഫ് ഖാൻ്റെ സമ്പാദ്യം കൊണ്ട് തന്നെ ചില ലീഗൽ ഇഷ്യൂസ് കാരണം, മക്കളൊക്കെ പ്രായത്തിൻ്റെ 18 വയസ്സിൻ്റെ ആ ഒരു ഇഷ്യൂസ് കാരണം കുറച്ച് നീണ്ടുപോയി. പക്ഷെ ഇന്നെല്ലാം കഴിയുന്നത് ഹനീഫ് ഖാൻ്റെ തന്നെ സമ്പാദ്യം കൊണ്ട് ഇവർക്കൊരു വീട് നിർമ്മിക്കാൻ കഴിയുന്നു. അതിൻ്റെ സന്തോഷത്തിലാണ് പെങ്ങൾ. എന്താ പറയാനുള്ളത്? ഉള്ളതിന് വളരെയധികം സന്തോഷം. ഹനീഫ് ഖാൻ ആഗ്രഹിച്ച പോലെ തന്നെ കുറച്ച് സമയമെടുത്ത്, എന്നാലും ഹനീഫ് ഖാൻ്റെ ആഗ്രഹം പോലെ തന്നെ ഞങ്ങൾക്ക് ആ ഒരു വിജയത്തിലേക്ക് വരാൻ പറ്റി. പിന്നെ ഹനീഫ് ഖാൻ ആഗ്രഹിച്ച പോലെ ആ ഒരു പേരും ഇവിടെ ഉപ്പാൻ്റെ പേര് ധ്യാൻ ശ്രീനിവാസും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാ ആൾക്കാരും അച്ഛൻ മരണപ്പെട്ട സമയത്ത് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം എല്ലാ ആൾക്കാരും പോയി. പിന്നെ കുറെ നാൾക്ക് ശേഷം ആരും വന്നിട്ടില്ല, വീട്ടിൽ അന്വേഷിക്കാൻ വന്നിട്ടില്ല. പക്ഷേ ദിലീപ് അങ്ങനെയല്ല, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പോയതും. അതുമാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അച്ഛനെ കുറിച്ചിട്ടാണെങ്കിലും അമ്മയെ കുറിച്ചിട്ടൊക്കെ ആണെങ്കിലും വിളിച്ച് എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. വേറെ പല നടന്മാരും ചെയ്യാത്ത പല കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നുണ്ട്. അതിൻ്റെതായിട്ടുള്ള അദ്ദേഹത്തിന് ആ ഒരു ക്വാളിറ്റി ഉണ്ട്. അതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് അല്ലാത്ത കാര്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനിയിപ്പോൾ അദ്ദേഹം എന്തോ തെറ്റ് എന്തൊക്കെ ചെയ്തിരുന്നാലും അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികളെ, അത് നല്ല പ്രവൃത്തിയാണെങ്കിൽ നമ്മൾ അംഗീകരിക്കുക തന്നെ ചെയ്യണം. അത് മോശമാണ്, നീ അങ്ങനെ അല്ലേടാ, നീ ഇങ്ങനെ അല്ലേടാ എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവും എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹം പറയുന്നത് നമുക്ക് അതുകൊണ്ട് കേൾക്കാം. അതിനുശേഷം സ്വാഭാവികമായിട്ടും ഞങ്ങളൊരു കഴിഞ്ഞ വർഷം പ്രിൻസ് ആൻഡ് ഫാമിലിയാണ് അവസാനം ഓടി പടം ഓർമ്മയിൽ എന്നും ഉണ്ടാവും. അപ്പോൾ
ആ സിനിമയ്ക്ക് ശേഷം ചിലപ്പോൾ പല പല ബന്ധങ്ങളും സിനിമ കഴിയുന്നതോടുകൂടി അത് പലപ്പോഴും ഇല്ലാതാവും. ആ സിനിമ കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ അച്ഛൻ പോയതിനു ശേഷം ആയിക്കോട്ടെ പലരും വിളിക്കാറുണ്ട്, പലരും ചിലർ കാണണമെന്ന് പറയാറുണ്ട്. പക്ഷേ എല്ലാ മാസത്തിലും അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ദിലീപേട്ടൻ്റെ ഒരു ഫോൺ വിളി ഉണ്ടാവും. എല്ലാം ഓക്കെ അല്ലേ, അല്ലേ ഇതല്ലേ എന്ന് പറഞ്ഞൊരു ഫോൺ വിളി ഉണ്ടാവും. അതിനിടയിൽ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു അന്ന് പോയി അച്ഛന്റെ മരണസമയത്ത് വന്ന പലരും തന്നെ പിന്നീട് വീട്ടിലേക്ക് വരികയോ അല്ലെങ്കിൽ കാണാൻ വരികയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു നടൻ മരിച്ചാൽ തന്നെ ആദ്യം എത്തുന്നത് ഇപ്പൊ വലിയ വലിയ നടന്മാരുണ്ട്, ഒരുപാട് വലിയ വലിയ നടന്മാരുണ്ട്. പക്ഷെ അവരെത്തുന്നതിന് മുന്നേ ദിലീപ് അവിടെ എത്തും. എല്ലാവരും പോയി കഴിഞ്ഞിരുന്നാലും അവിടെ നിന്ന് എല്ലാം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം വീട് വിട്ട് ഇറങ്ങുന്നതും. പിന്നെ പോയി കഴിഞ്ഞാലും അദ്ദേഹം അവിടെയുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കും. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ വിളിച്ച് അന്വേഷിക്കും. അതാണ് അദ്ദേഹത്തിന്റെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഓർമ്മയും കൂടിയാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഷെയർ ചെയ്തില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഒന്ന് കമന്റ്സ് ചെയ്യുക, ഇല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വീണ്ടും പുതിയ വീഡിയോ ആയിട്ടല്ല. അത് ടാറ്റ.